നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുത്തല. ഒരു അയക്കുറ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അടിപൊളി ബിരിയാണിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. ഇതൊരു പുതിയ ചാനലാണ്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തി പോയാൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ അയക്കുറ ബിരിയാണിയുടെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 2 കിലോ അയക്കൂറ ഞാനിവിടെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു മസാല ചേർക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അത് നല്ല രീതിയിലൊന്ന് ചാലിച്ചെടുക്കുക. പിന്നെ ഓരോ അയക്കൂറ കഷ്ണങ്ങൾ ഇതിലേക്ക് സെപ്പറേറ്റ് ഇട്ട് മസാലയിൽ പുരട്ടി അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിവിടെ ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്യട്ടെ. നമുക്കിതിലേക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യമായിട്ട് 2 കിലോ സവോളയുടെ ഒരു പാത്രം ഞാനിവിടെ കാണാം. അത് നമ്മുടെ മസാലയിലേക്കുള്ളതാണ്. പിന്നെ 1 കിലോ സവോള നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. പിന്നെ 2 കുടം വെളുത്തുള്ളി, അത്യാവശ്യമുള്ള ഇഞ്ചി, പച്ചമുളക് ഉണ്ട്, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, 8 തക്കാളി, ഇത്രയും എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുക്കിംഗ് ഓയിലാണ് ഒഴിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള സവോള ഇട്ട് കൊടുക്കുന്നു. നല്ല ബ്രൗണിഷ് കളറാവുന്നത് വരെ വഴറ്റിയെടുക്കുന്നു. അപ്പോൾ സവോള ഇവിടെ നല്ല രീതിയിൽ ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് കാഷ്നട്ട്, അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്യുന്നുണ്ട്. അത് ഇതേപോലെ ഫ്രൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്കതിലൊന്ന് കോരി മുക്കിയെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഈ ബൗളിലേക്ക് എടുത്തിടാം. അതും ഇതിൻ്റെ കൂടെ വയ്ക്കുന്നു. മുന്തിരി പരിപ്പ് ഞാൻ ഇവിടെ എടുക്കുന്നില്ല അതിലേക്ക് കേട്ടോ. ഇത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 10 പച്ചമുളകാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഒരുപാട് പേസ്റ്റ് രൂപം ആവേണ്ട, വെള്ളം ഒഴിക്കാതെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ഇത് വേണ്ടത്. അപ്പോൾ അത് ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തത് നിങ്ങൾക്കിവിടെ കാണാം. അതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മറ്റേ ഫ്രൈ ചെയ്ത എണ്ണയുടെ ബാക്കി ഇതിലേക്ക് അരിച്ചൊഴിക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി, ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ബേ ലീഫ്, ഇതെല്ലാം നമ്മൾ ഈ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച 2 കിലോ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. 2 കിലോ അയക്കുറയ്ക്ക് 2 കിലോ സവോളയാണ് ആവശ്യം കേട്ടോ. ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആകുമൊന്നും വേണ്ട, ഏകദേശം ഒന്ന് കളർ മാറി വന്നാൽ മതി. ഇപ്പോൾ ഏകദേശം ഒന്ന് കളർ മാറി വന്നിട്ട് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നതുവരെ നമുക്കൊരു 1-2 മിനിറ്റ് കൂടി വീണ്ടും വഴറ്റാം. അപ്പോൾ അതിവിടെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി തക്കാളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി നല്ല രീതിയിൽ നമുക്കൊന്ന് ഉടച്ച് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വഴറ്റി തുടങ്ങാം. ആവശ്യത്തിനുള്ള ഉപ്പ്, മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് എത്രയാണോ അത് ഇപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. വീണ്ടും നമുക്ക് വഴറ്റി തുടങ്ങാം. ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ പകുതി ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല 1.5 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് നമുക്ക് വീണ്ടും വഴറ്റിയെടുക്കാം. ഗരം മസാല വീട്ടിൽ പൊടിച്ചതായതുകൊണ്ട് നല്ല മണമുള്ള ഗരം മസാലയാണ്, അതുകൊണ്ട് അത്രയും ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈരാണ്, അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കുന്നു. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് നല്ല രീതിയിൽ മിക്സിങ് ആയതിനു ശേഷം നമുക്ക് ഒരു 15 കാഷ്നട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 15 കാഷ്യൂ നട്ടാണിത്. അത്
കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ച് വെച്ചതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. മീൻ ഇവിടെ ഫ്രൈ ആക്കി വെക്കണം നമുക്ക്, അതിവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഈ മസാല റെഡിയായാൽ ഈ മസാലയിലിട്ടിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ആദ്യം തന്നെ മീൻ ഫ്രൈ ആക്കി വെക്കണം അവിടെ. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിയില, പുതിന, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ അയക്കുറ ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഇളക്കി യോജിപ്പിക്കൊന്നും വേണ്ട, ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ അയക്കുറയൊക്കെ പൊടിഞ്ഞു പോകും. നമുക്ക് വെറുതെ മസാല ഒന്ന് മേലെ ചേർത്താൽ മതി. ചോറ് വയ്ക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബേ ലീഫും പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, എപ്പോഴും വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടുതലിട്ടാലാണ് നമ്മുടെ ചോറിലേക്ക് പിടിക്കുക. ഇനി അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈമ അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 1.5 കിലോ കൈമ അരിയാണ് ഞാൻ ഈ ബിരിയാണിയിലേക്ക് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുത്തു. ഒരു പകുതി വേവായാൽ, പകുതി വേണ്ട, മുക്കാലിനും കുറച്ച് വേവ് കുറവ് മതി. കൈമ അരി ആയതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോകും. അത് നമുക്ക് ഊറ്റിയെടുക്കാം. നമുക്കിത് ദമ്മിൽ കിടന്ന് വേവുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഈ ചോറ് പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ പകുതി വേവായപ്പോൾ നമ്മളതെടുത്ത് ഊറ്റി വെച്ചു. ഇനി നമ്മൾ മസാല ദമ്മിടാൻ പോവുകയാണ്. ആദ്യം സ്വല്പം നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തേക്കും. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ കുറച്ച് ചോറിട്ടിട്ടൊന്ന് പരത്തിയിടുക. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് മീൻ കഷ്ണങ്ങളോട് ചേർന്ന മസാല നിരത്തി വയ്ക്കാം. മീൻ മസാലയായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ പരിപാടിയെല്ലാം ചെയ്യാൻ, ഇല്ലെങ്കിൽ മീനെല്ലാം ഉടഞ്ഞ് നാശമായി പോകും. അതിന് മേലെ കുറച്ച് ചോറ് വീണ്ടും ഇട്ട് കൊടുക്കുന്നു. ഒന്ന് പരത്തി വയ്ക്കുന്നു. അതിനുശേഷം നെയ്യ് ഒഴിക്കുന്നു. അണ്ടിപ്പരിപ്പ് ഉള്ളി ഫ്രൈ ചെയ്ത് അത് ഇതിൻ്റെ മേലെ കുറച്ചിട്ട് കൊടുക്കുന്നു. പുതിനയില, മല്ലിയില മേലെ വിതറി കൊടുക്കുന്നു. വീണ്ടും കുറച്ച് ചോറിടുന്നു. വളരെ കുറച്ച് ചോറിട്ടിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നു. വീണ്ടും അതിൻ്റെ മേലെ മസാല വയ്ക്കുന്നു. ബാക്കിയുള്ള മസാല ഫുള്ളായിട്ട് ഇവിടെ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം ഇതിൻ്റെ മേലെ നിരത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ചോറ് കുറച്ച് ഉണ്ടായിരുന്നു, അത് ഇതിൻ്റെ മേലെ ഇട്ടു. ഇനി ഇതിലേക്ക് സ്വല്പം നെയ്യ് ഒഴിക്കണം. അണ്ടിപ്പരിപ്പ്, മുന്തിരി വിതറാം. ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ഇതിൻ്റെ മേലെ വിതറാം. മല്ലിയില, പുതിനയില ബാക്കിയുണ്ടായിരുന്നു ഇതിൻ്റെ മേലെ വിതറി. കുറച്ച് നെയ്യ്, ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, 1-1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ വേണം ഒഴിക്കാൻ. ഇനി കുറച്ച് എസൻസ്, പൈനാപ്പിൾ എസൻസാണിത്. ഒരു ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് എടുത്തിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി ഇത് ഫോയിൽ കൊണ്ട് അടച്ച് മൂടി വെച്ച് ഇതിൻ്റെ മേലെ കണലുകളിട്ട് ഒരു 3/4 മണിക്കൂർ നേരം നമുക്ക് ദമ്മിൽ വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ദമ്മ് റെഡിയായി. അത് പൊട്ടിക്കാൻ പോവുകയാണ്. ഇനി നമുക്കിവിടെ ബിരിയാണി പതുക്കെ ഇളക്കി മീനൊന്നും പൊടിയാതെ വിളമ്പിയാൽ നമുക്ക് സുന്ദരമായിട്ടുള്ള അയക്കുറ ബിരിയാണി റെഡിയായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം ഒരു അയക്കുറ ബിരിയാണി നിങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക. ഇത് ഒരു പുതിയ ചാനലാണ്. അപ്പോൾ അടുത്ത ഒരു മനോഹരമായ വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.